ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. തുടർച്ചയായ 7 ദിവസത്തെ പോസിറ്റീവ് ക്ലോസിങ്ങിന് ശേഷം ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ദൃശ്യമായത്. ഇപ്പോൾ നിഫ്റ്റിയുടെ 24,250 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റി ഇപ്പോൾ ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള നിലവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പാക് ടെൻഷൻ അതൊരു പക്ഷേ നമ്മുടെ മാർക്കറ്റിനെ നേരിയ തോതിലെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ മാർക്കറ്റിലെ 2 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ റിസൾട്ട് വന്ന ദിവസമായിരുന്നു. FMCG ജയന്റുകളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവറും അതുപോലെ നെസ്ലെ ഇന്ത്യയും അവരുടെ Q4 ഏർണിംഗ്സ് റിപ്പോർട്ട് പുറത്തുവിട്ടതാണ്. അപ്പോൾ അതിനോട് മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ട് പ്രതികരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ HULൻ്റെ ഒരു റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിൽ 3% ഒരു നേരിയ വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 2% ഒരു വർധനവുമാണ് കാണാൻ കഴിയുക. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ടോട്ടലി നെഗറ്റീവായിട്ടാണ് കാണുന്നത്, സെയിൽസിലായാലും പ്രോഫിറ്റിലായാലും. അപ്പോൾ HULൻ്റെ ഏർണിംഗ്സ് റിപ്പോർട്ട് അത്ര ഇംപ്രസീവ് ആയിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ശക്തമായ സെല്ലിങ് ആ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സെല്ലിംഗ് പ്രഷറിൻ്റെ ഭാഗമായിട്ട് 4% ഒരു ഫോളാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നെസ്ലെ ഇന്ത്യയിലേക്ക് വന്നാൽ അവിടെ റിസൾട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 4% വർധനവുണ്ടായിരുന്നു, എന്നാൽ പ്രോഫിറ്റിൽ 4% ഡ്രോപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് റോ മെറ്റീരിയൽ കോസ്റ്റിലുണ്ടായിട്ടുള്ള വർധനമാണ്. അത് നെറ്റ് പ്രോഫിറ്റ് മാർജിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും പ്രോഫിറ്റിലും നെസ്ലയുടെ റിസൾട്ട് ഫാർ ബെറ്റർ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നെസ്ലെ ഇന്ത്യയിലും പക്ഷേ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണെങ്കിലും അത് ഫ്ലാറ്റ് ടു നെഗറ്റീവ് എന്ന ലെവലിൽ ഏകദേശം 0.26% നേരിയൊരു ഫോൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത് നമ്മുടെ കൺസ്യൂമർ സ്പെൻഡിങ്ങിൻ്റെ ആ ഒരു പവർ ഇനിയും വർദ്ധിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ വന്നിരുന്നെങ്കിൽ വോളിയം സെയിൽസിൽ ശക്തമായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ 2 കമ്പനികളിൽ നമുക്ക് കാണേണ്ടതാണ്. ഇനി നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി മാർക്കറ്റിൽ കാണുന്നത് കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷനിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ ട്രാക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ശരാശരി ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി രൂപപ്പെടുത്താൻ അത് ഒരു ഗൈഡൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ് ആണ് നമ്മുടെ മാർക്കറ്റിനെ നിലവിൽ പിടിച്ചു നിർത്തുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ പല രീതിയിലുള്ള റെഗുലേറ്ററി ചേഞ്ചസും വരുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോയെ സപ്പോർട്ട് ചെയ്യാൻ, ആ ഒരു സെൻറ്റിമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഡിസ്ക്ലോഷർ ത്രഷോൾഡ് അത് 250 ബില്യൺ രൂപീസിൽ നിന്നും 500 ബില്യൺ രൂപീസായിട്ട് ഉയർത്തിയതായിട്ട് കാണാം. അതായത് ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ 25,000 കോടി രൂപയ്ക്ക് മേലെയാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ അവരുടെ ഫണ്ട്സിൻ്റെ സോഴ്സും അതേപോലെ അതിൻ്റെ ഓണർഷിപ്പൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമായിരുന്നു. എന്നാൽ അതിപ്പോൾ ആ ഒരു ത്രഷോൾഡാണ് ഉയർത്തിയിട്ട് അത് 50,000 കോടിയായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 50,000 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മാത്രമേ ഇനി അത്തരത്തിലുള്ള ഒരു ഓണർഷിപ്പ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോ വർദ്ധിപ്പിക്കാനും നമ്മുടെ മാർക്കറ്റിലെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് RBI കഴിഞ്ഞ മാസം മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. അതായത് നിലവിൽ ഒരു ഇൻഡിവിജ്വൽ ഫോറിൻ ഇൻവെസ്റ്റർക്ക് 5% കൂടുതൽ ഒരു ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അതാണിപ്പോൾ 10% ഉയർത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കൂടുതലായിട്ട് ഫോറിൻ ഇൻഫ്ലോ നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് RBIയുടെയും സെബിയുടെയും ഭാഗത്തു നിന്ന് ശക്തമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ മാർച്ച് ക്വാർട്ടറിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച 5 സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇന്ത്യയിലെ 5th ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. അതിന് ഏകദേശം 42 മില്യൺ കസ്റ്റമേഴ്സ് ഉള്ള ഒരു ബാങ്കാണ്. അപ്പോൾ ഇവരുടെ ഒരു സബ്സിഡിയറി ഉണ്ട്, ഭാരത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ലിമിറ്റഡ് എന്ന് BFIL എന്ന് പറയുന്ന ഒരു സബ്സിഡിയറി ഉണ്ട്. ഇവരാണ് 2nd ലാർജസ്റ്റ് മൈക്രോ ഫിനാൻസ് ലെൻഡർ ഇന്ത്യയിലെ. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയിലുള്ള വൈഡ് റേഞ്ച് ഓഫ് ബാങ്കിങ് പ്രൊഡക്റ്റുകളും അതുപോലെ ഫൈനാൻഷ്യൽ സർവീസുകളും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ കോർപ്പറേറ്റ് ക്ലയൻസിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്കാണ്. അപ്പോൾ ഡിസംബർ മാസം ഇവരുടെ ഒരു ലോൺ ബുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3.66 ബില്യൺ റുപ്പീസ് ആണെന്ന് കാണാം. അതുപോലെ ഡെപ്പോസിറ്റ് 409 ബില്യൺ റുപ്പീസ് ആണെന്ന് കാണാൻ കഴിയും. ലോൺ ടു ഡെപ്പോസിറ്റ് ഗ്രോത്ത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഡിസംബറിൽ നമ്മൾ നോക്കുമ്പോൾ 24% ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതാണ് മാർച്ചിൽ 29.53 ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ചേഞ്ചിന് കാരണമായിട്ടുള്ളത്
നോർവീജിയൻ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ട് വഴി കൂടുതലായിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അവരുടെ ഡെറിവേറ്റീവ് ട്രാൻസാക്ഷനിൽ വന്നിട്ടുള്ള വമ്പിച്ച ഒരു മിസ്മാനേജ്മെൻറ്റ്, അത് കാരണം അവർക്ക് അവരുടെ നെറ്റ്വർത്തിൻ്റെ ഏകദേശം 1/3 നഷ്ടപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രശ്നത്തെ ഇവരിപ്പോൾ റിക്കവർ ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് ഹിന്ദുജ ഗ്രൂപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഇഷ്യൂ ആയിരുന്നില്ല. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം അവരുടെ ബാങ്കിൻ്റെ ഫൈനാൻഷ്യൽ വളരെ സ്റ്റേബിൾ ആണെന്നും അവരുടെ ക്യാപിറ്റൽ പൊസിഷൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത് എന്നുമുള്ള റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് വർദ്ധിച്ചത് ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിലാണ്. അപ്പോൾ ഇത് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഒരു ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിലുള്ള കമ്പനിയാണ്. ഇപ്പോൾ ലൂയിസ് ഫിലിപ്സ്, വാൻ ഹൂസൺ, അലൻസോൺലി, പീറ്റർ ഇംഗ്ലണ്ട്, റീബോക്ക്, സൈമൺ കാർട്ടർ, അമേരിക്കൻ ഈഗിൾ പോലെയുള്ള ബ്രാൻഡുകളുടെ ട്രേഡ് നടക്കുന്ന ഒരു ഫാഷൻ ആൻഡ് റീറ്റെയിൽ രംഗത്തുള്ള പ്രധാനപ്പെട്ട കമ്പനിയാണ് ആദിത്യ ബിർള ഫാഷൻസ്. ഇതുകൂടാതെ ഇവർ പാൻറ്റലൂൺസ് എന്ന പേരിലും അതുപോലെ ദ കളക്റ്റീവ് എന്ന പേരിലുള്ള സ്റ്റോറുകളും നമുക്ക് മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ രംഗത്ത് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ഡിസംബർ മാസം 18.35% ഉണ്ടായിരുന്നത് മാർച്ചിൽ 22.2 എന്ന പെർസെൻറ്റേജിലേക്ക് ഉയർന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫിഡിലിറ്റിയുടെ ബ്ലൂ ചിപ്പ് ഗ്രോത്ത് ഫണ്ടും അതേപോലെ അമാൻസ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡുമാണ് ഇതിൽ അവരുടെ സ്റ്റേക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിംഗ് വർദ്ധിച്ച മറ്റൊരു സ്റ്റോക്ക് AWL അഗ്രി ബിസിനസ് ആണ്. ഇതിൻ്റെ പഴയ പേര് അദാനി വിൽമർ എന്നായിരുന്നു. അപ്പോൾ FMCG സെഗ്മെൻറ്റിലുള്ള പ്രധാനപ്പെട്ട എഡിബിൾ ഓയിൽസ്, വീറ്റ് ഫ്ലവർ, റൈസ്, പൾസസ്, ഷുഗർ മേഖലയിലൊക്കെയുള്ള പ്രൊഡക്റ്റ് റേഞ്ചുള്ള കമ്പനിയായിരുന്നു അദാനി വിൽമർ. അപ്പോൾ അദാനി അവരുടെ മേജർ ഹോൾഡിംഗ് ആ സ്റ്റോക്കിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ പ്രൊമോട്ടർ സ്ഥാനത്ത് നിന്നും താഴത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ കമ്പനിയുടെ പേര് AWL അഗ്രി ബിസിനസ് എന്ന പേരിലേക്ക് മാറ്റിയത്. കാസ്ട്രോയിലും അതിൻ്റെ ഡെറിവേറ്റീവ്സും ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്റ്റുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇവർക്ക് ഏകദേശം 30,000 ടൗണുകളിൽ ഏകദേശം 10,000-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഏകദേശം 2.1 മില്യൺ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും ഉള്ള ഒരു വലിയ നെറ്റ്വർക്ക് ഈ അദാനി വിൽമറിനുണ്ടായിരുന്നു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് നമുക്ക് ഈ സ്റ്റോക്കിൽ 1.16 ആണ് ഡിസംബറിൽ കാണാൻ കഴിയുക. അതിപ്പോൾ വർദ്ധിച്ചിട്ട് 4.31 ആയിട്ട് ഉയർന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അദാനി ഈ സ്റ്റോക്കിൽ അവരുടെ ഹോൾഡിംഗ് 20% കുറച്ചിട്ടുള്ളത്. കാരണം അദാനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫുഡ് ബിസിനസ്സിൽ നിന്ന് അവർ ഡിമേർജ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിമേർജർ ഈ AWL അഗ്രി ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഈ ഫുഡ് മേഖലയിലുള്ള ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുവഴി കൂടുതൽ ഒരു വാല്യൂ അൺലോക്കിംഗ് നടത്താനും സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് വർദ്ധിച്ചത് ഗ്ലാൻഡ് ഫാർമയാണ്. ഇത് ഇന്ത്യയിലെ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻജെക്റ്റബിൾ ഫോക്കസ്ഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഗ്ലാൻഡ് ഫാർമ. അപ്പോൾ ഇവരുടെ പ്രധാനമായിട്ടുള്ള ബിസിനസ് ടു ബിസിനസ് മോഡലാണ്. അവിടെ അവർ കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ്, ഡോസിയർ കമ്പൈലേഷൻ, അതുപോലെ ടെക്നോളജി ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള വാല്യൂ ചെയിനിലാണ് നമുക്ക് ഗ്ലാൻഡ് ഫാർമയെ കാണാൻ കഴിയുക. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ഡിസംബറിൽ 5% ഉണ്ടായിരുന്നത് മാർച്ചിൽ ഇപ്പോൾ 6.90% ആയിട്ട് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നോർവേ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ട് ഗ്ലോബലാണ് പ്രധാനമായിട്ടും ഇവിടെ കൂടുതലായിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലാൻഡ് ഫാർമ അവർക്ക് 4 മാനുഫാക്ചറിങ് സൈറ്റുകൾ ബെൽജിയം എന്ന രാഷ്ട്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സബ്സിഡിയറി ആയിട്ടാണ് അവിടെ അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ അടുത്തായിട്ട് ഡോക്ടർ റെഡ്ഡി ലാബ്സുമായിട്ട് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അലയൻസും ഇവർ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത് പൂനാവാല ഫിൻകോപ്പാണ്. ഇതൊരു നോൺ ഡെപ്പോസിറ്റ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ സർവീസ് കമ്പനിയാണ്. പ്രധാനമായും MSME ഫൈനാൻസിങ്ങും അതുപോലെ ജനറൽ ഇൻഷുറൻസ് രംഗത്തൊക്കെയുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു പ്രൊഡക്റ്റ് റേഞ്ചിൽ പേഴ്സണൽ ലോൺസ് ഉണ്ട്, ബിസിനസ് ലോൺസ് ഉണ്ട്, പ്രീ ഓൺഡ് കാർ ഫിനാൻസ് ഉണ്ട്, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ട്, പ്രൊഫഷണൽ ലോൺസ് ഉണ്ട്. അതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 20ഓളം സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറിയിലും വ്യാപിച്ചു കിടക്കുന്ന ഈ പൂനാവാല ഫിൻകോപ്സിന് ഏകദേശം 6.9 മില്യൺ കസ്റ്റമേഴ്സും നിലവിലുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 8.19% ഉണ്ടായിരുന്നു, ഇപ്പോൾ 9.99% ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഇവരുടെ ആ ഒരു പ്രൊഡക്റ്റ് സെഗ്മെൻറ്റ് അവരിപ്പോൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഷോപ്പ് കീപ്പേഴ്സ് ലോൺസ്, അതുപോലെ കമേഴ്ഷ്യൽ വെഹിക്കിൾ ലോൺസ്, കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺസ്, ഗോൾഡ് ലോൺസ്, പ്രൈം പേഴ്സണൽ ലോൺസ് തുടങ്ങിയ അവരുടെ പ്രൊഡക്റ്റ് റേഞ്ച് കൂടുതൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ഇവർ ഗോൾഡ് ലോൺ മേഖലയിൽ അഗ്രസീവായിട്ട് കടന്നു വരികയാണ്.
ഏകദേശം 400 ഗോൾഡ് ലോൺ ബ്രാഞ്ചുകൾ ത്രൂ ഔട്ട് ഇന്ത്യ ഓപ്പൺ ചെയ്യാനാണ് ഇവരെ ഏറ്റവും ഒടുവിലത്തെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ ഒരു 5 സ്റ്റോക്കുകൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ കണ്ണുമടച്ച് വാങ്ങണമെന്നതിനർത്ഥമില്ല. കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് അപ്പിറ്റേറ്റ് വ്യത്യസ്തമാണ്, നമുക്ക് അത്രത്തോളം റിസ്ക് അപ്പിറ്റേറ്റ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടുള്ള നമ്മുടേതായ റിസർച്ചുകൾ നടത്തണം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം ഡിസിഷൻ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.